ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പാടിയാനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും ലക്ഷം പ്രിയന്മാരിൽ എന്റെ പ്രിയനാണുത്തമ പ്രിയൻ ലക്ഷം പ്രിയന്മാരിൽ എന്റെ പ്രിയനാണുത്തമ പ്രിയൻ അവൻ മാത്രം മതി എനിക്കിഹത്തിലും പരത്തിലും പാടിയാനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസീവൻ പ്രയാണം ചെയ്യുകയാ അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസീവൻ പ്രയാണം ചെയ്യുകയാ ഇതുവരെ ലജ്ജിപ്പാൻ സന്നദ്ധി വന്നില്ല പാടിയാനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും പ്രതികൂല ശക്തികൾ എന്നെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും പ്രതികൂല ശക്തികൾ എന്നെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും തെല്ലും അവരെ ഭയപ്പെടാതെന്നും പാടിയാനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും കഷ്ടതയാകുന്ന ചുള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും കഷ്ടതയാകുന്ന ചുള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും ഈയുടെ ബലം കെടുത്തുന്നവരുള്ളതാൽ പാടിയാനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും
യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ ലോകത്തിൻ്റെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി നിത്യനായ ദൈവം ഒരുക്കിയ ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ആ ലോകത്തെ രക്ഷിപ്പാനാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മനുഷ്യന് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ ജീവൻ രക്ഷപ്പെടേണ്ടതിന് യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും നിത്യനായ ദൈവത്താൽ നൽകപ്പെട്ടിട്ടില്ല. 85-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആർക്കെല്ലാം പാപത്തെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ രക്ഷ ഒഴുകിയെത്തുന്നു. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് വരുന്നത്. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. രക്ഷ അടുത്തിരിക്കുന്ന അവസ്ഥയുണ്ട്, രക്ഷ മനുഷ്യനിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് രക്ഷ വേണം എന്ന് ആഗ്രഹിക്കുന്നവന് അവൻ ചെയ്യേണ്ടുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആ രക്ഷ കിട്ടണമെങ്കിൽ അവൻ ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ പാപങ്ങളൊന്നും ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തവനോട് രക്ഷ അകന്നിരിക്കുന്നു. 119-ാം സങ്കീർത്തനം അതിൻ്റെ 155-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. ദുഷ്ടന്മാരോടാണ് രക്ഷ അകന്നിരിക്കുന്നത്. കാരണം അവർ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കാത്തവരാണ്. അവർക്ക് അതിൽ താല്പര്യമില്ല. ഏക വഴി ക്രിസ്തുവാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്? അവരുടെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കൊണ്ടുവരുന്നത് ഒരു ദുഷ്ടനായ പിശാചാണെന്ന് തിരിച്ചറിയുന്നുപോലുമില്ല. ആ ദുഷ്ടനായ പിശാച് ഏകരക്ഷകനായ യേശുവിങ്കിലേക്ക് ജനം ഒരിക്കലും എത്താതിരിക്കേണ്ടതിന് അവരുടെ വഴികളെല്ലാം അടച്ചു കളയുന്നു. അവരുടെ ഹൃദയദൃഷ്ടിയെ കുരുടാക്കി കളയുന്നു. ആ ഹൃദയദൃഷ്ടി ജീവനുള്ള ദൈവത്തിൻ്റെ ആ സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തെ കുരുടാക്കി കളയുന്ന ഒരു ദുഷ്ടനായ പിശാചുണ്ട്. ഇതറിയാതെ ജനം നടക്കുന്നു, അവർ വലയുന്നു. അനേകരുടെ പ്രശ്നങ്ങൾ, ചിലർ കുടുംബകലഹമാകാം, അപ്പന്മാർ മക്കളെയോ അമ്മയോ ഭാര്യയോ ഒന്നും നോക്കാതെ കുടുംബം നോക്കാതെ നടക്കുന്നവരാകാം, മദ്യപാനത്തിൽ വലയുന്നവരാകാം, അതുകൊണ്ടുണ്ടാകുന്ന മക്കളുടെ ഭാവി അടഞ്ഞു പോകുന്ന അവസ്ഥയാകാം. ചില ഭവനങ്ങളിൽ രോഗത്തിൻ്റെ മാറി മാറി വരുന്ന രോഗങ്ങളുടെ ഒരു ബാധ പോലെയാകാം. ചിലർ മക്കൾ വഴിവിട്ടു പോകുന്ന അവസ്ഥയാകാം. സങ്കടങ്ങളിൽ നിന്ന്, അവരായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടേണ്ടതിന് വേണ്ടി മദ്യത്തെ ആശ്രയിക്കുന്നവരുണ്ട്, മയക്കുമരുന്നിനെ ആശ്രയിക്കുന്നവരുണ്ട്. ഇതൊന്നും രക്ഷയില്ലാതെ വരുമ്പോൾ ചിലർ ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകുന്നു. എന്നാൽ ശരിയായ ഭക്തി യേശുക്രിസ്തുവിനോടുള്ള ആ സ്നേഹവും ആ ഭക്തിയുമാണ് എന്ന് തിരിച്ചറിയാതെ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളുമായി നടക്കുന്ന ഒരു കൂട്ടം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ജീവനുള്ള ഉറവയായ എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ തന്നെ കുഴിക്കുന്നവരായി തീർന്നിരിക്കുന്നു എന്ന്. ഈ രക്ഷ അകന്നിരിക്കുന്നവരും രക്ഷ അടുത്തിരിക്കുന്നവരും. ഇന്ന് നാം ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. എൻ്റെ ഹൃദയത്തോട് രക്ഷയാകുന്ന ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ഞാൻ രക്ഷയോട് അടുത്താണോ ഇരിക്കുന്നത്? ഈ രക്ഷ എനിക്ക് അനുഭവമായിട്ടുണ്ടോ? അതോ ഞാനും മറ്റുള്ളവരെ പോലെയാണോ? ഇന്ന് ഭക്തിയുടെ വേഷമുണ്ട്, എനിക്ക് വചനം വായിക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ ഇതിലൊന്നും ഏകാഗ്രതയില്ലാത്ത ഹൃദയത്തോടെ ഇതെല്ലാം ഒരു ഭക്തിയുടെ വേഷം മാത്രമായി പുറമേ നോക്കുമ്പോൾ എല്ലാമുണ്ട്, എന്നാൽ ജീവനില്ലാത്ത അവസ്ഥയിലായി പോവുകയാണോ? സാധു സുന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു.
രക്ഷ, ജീവൻ എന്നതും സമൃദ്ധിയായ ജീവൻ ഉള്ളവരുടെയും വ്യത്യാസമാണ് അദ്ദേഹം വിവരിച്ചത്. ഒരു തളർന്നു കിടക്കുന്ന ഒരു രോഗി ഒരു കട്ടിലിൽ കിടക്കുകയാണ്. ആ രോഗി ആ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ കാണുന്നുണ്ട് ആ മുറിയുടെ മൂലയിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് വരുന്നത്. ഇദ്ദേഹത്തിന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് ആ പാമ്പ് തന്നെ കടിച്ചു കൊല്ലാതിരിക്കാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറണം, അല്ലെങ്കിൽ ആ പാമ്പിനെ കൊല്ലണമെന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തളർന്ന ശരീരത്തിന് അതിനുള്ള ബലമില്ല. ആ പാമ്പ് പതുക്കെ അരിച്ചരിച്ച് വന്നു കട്ടിലിൽ കയറി ഈ രോഗിയായ മനുഷ്യനെ കൊത്തിക്കൊന്നു. എന്നാൽ അതേപോലെ തന്നെ ഒരു യൗവനക്കാരൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യൗവനക്കാരൻ ഇതുപോലെ ഒരു പാമ്പിനെ കണ്ടപ്പോൾ ആ പാമ്പിനെ പെട്ടെന്ന് തന്നെ തല്ലിക്കൊന്നു. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? ആ രോഗിയായ മനുഷ്യന് ജീവനുണ്ടായിരുന്നു, എന്നാൽ അവന് സമൃദ്ധിയായ ഒരു ആരോഗ്യം, അതിനെ ആ പാമ്പിനെ തല്ലിക്കൊല്ലാനുള്ള ഒരു ആരോഗ്യം അവനുണ്ടായിരുന്നില്ല. എന്നാൽ ഈ യൗവനക്കാരന് ആരോഗ്യമുണ്ട്, സമൃദ്ധിയായ ജീവനുണ്ട്. അവൻ അതുകൊണ്ട് ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ കഴിഞ്ഞു. ഏതാണ് ഈ പാമ്പ്? നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ നാം തളർന്നിരിക്കുമ്പോൾ, നമ്മളുടെ പ്രാർത്ഥനകളും കൂട്ടായ്മ ആചരണങ്ങളും വചനം വായനകളും എല്ലാം നിർജീവമായി പോകുമ്പോൾ നാം പോലും അറിയില്ല നമ്മുടെ ജീവൻ പതുക്കെ പതുക്കെ നമ്മിൽ നിന്ന് നഷ്ടമാവുകയാണ്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് എന്ന്. ആ ആത്മാവിൻ്റെ തീ കുറഞ്ഞു കുറഞ്ഞു പോയി അതെല്ലാം ചാരം മൂടിപ്പോകുന്ന അവസ്ഥയിലായി പോവുകയാണ് എന്ന് തിരിച്ചറിയാതെ അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ആ സമയത്ത് ഈ പാമ്പ് ഇഴഞ്ഞു വന്നതുപോലെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം വെറുത്ത് ഉപേക്ഷിച്ചതായ ഓരോ പാപങ്ങളും അരിച്ചരിച്ച് നമ്മുടെ അടുത്തേക്ക് വന്ന് അത് നമ്മെ കീഴടക്കുന്നത് നാം അറിയുക പോലുമില്ല. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ നഷ്ടമായി പോവുകയും ചെയ്യും. എന്നാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ഹൃദയം വഷളായി പോകാതിരിക്കുമ്പോൾ ആ യൗവനക്കാരനെ പോലെ, ആരോഗ്യവും ശക്തിയുമുള്ളവനെ പോലെ, ആത്മാവിൽ ശക്തിയുള്ളവനായി, ദൈവത്തിൻ്റെ രക്ഷ ഹൃദയത്തോട് അടുത്തിരിക്കുന്നവനായി ജീവിക്കുന്നവർക്ക് പാപം വരുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയും. എങ്ങനെ എതിർത്ത് നിൽക്കാൻ കഴിയും? അവൻ്റെ ആയുധം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തിയേറിയ 2 വാക്കുകൾ ഇന്ന് ഈ പാപിയായ അടിയാട്ടിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധ്യം തന്നിരിക്കുന്ന 2 വാക്കുകളാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. ഏത് സാഹചര്യത്തിലും ഒരു പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഒരു നിരാശയുടെ ചിന്തകൾ വരുമ്പോൾ, ഒരു പോരാട്ടത്തിൻ്റെ സാധ്യതകൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തിയുക്തമായ ആയുധമാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. എൻ്റെ സ്വന്തം ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും എനിക്ക് ജയത്തോടെ നിൽക്കാൻ കഴിഞ്ഞത് ഈ ആയുധം ഉപയോഗിക്കാൻ കർത്താവ് എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു എന്നതുകൊണ്ട് മാത്രമാണ്. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. ഈ രക്ഷ അനുഭവിച്ച ഒരാളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. സ്തോത്രം. ഈ സഖായി കർത്താവായ യേശുക്രിസ്തു യെരിഹോയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ സഖായിയുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം, ഈ യേശുവിനെ ഒന്ന് കാണണം. ഈ സഖായി എങ്ങനെയുള്ളവനായിരുന്നു? അവൻ ചുങ്കം പിരിക്കുന്നവനാണ്. അന്ന് ആ നാട്ടിലുള്ള സകല മനുഷ്യരും ഇവനെ വെറുക്കുന്നവനാണ്. സമൂഹത്തിൽ ഇവൻ അറയ്ക്കപ്പെട്ടവനാണ്, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവനാണ്. അവൻ ധനവാനായിരുന്നു, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാനവുമില്ലാത്തവനായിരുന്നു. അവൻ പാപത്തിൽ നഷ്ടപ്പെട്ടവനായിരുന്നു, എല്ലാവരാലും വെറുക്കപ്പെട്ടവനായിരുന്നു. കൂടാതെ അവന് ശരീരത്തിൽ തന്നെ അവനൊരു പൊക്കക്കുറവുണ്ട്, അതും അവൻ്റെ ഒരു കുറവായിരുന്നു. എന്നാൽ ഈ കുറവുകളൊന്നും യേശുക്രിസ്തുവിനെ ഒന്ന് കാണണം, അവൻ എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തിൽ നിന്ന് അവനെ തടുത്തില്ല. അവൻ്റെ ഹൃദയത്തിൽ ആ ആഗ്രഹം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ കണ്ടു, പുരുഷാരത്തോടുകൂടി യേശുക്രിസ്തു ആ യെരിഹോയുടെ
തെരുവീഥികളിലൂടെ വരുന്നു. ഇവൻ നോക്കിയപ്പോൾ ഇവന് കാണാൻ ഒരു സാധ്യതയുമില്ല. ഇവൻ പൊക്കം കുറവുള്ളവനാണ്. ഇവനെ ആരെങ്കിലും കണ്ടാൽ തന്നെ അവനെ മാറ്റി നിർത്തും. എന്നാൽ യേശുവിനെ കണ്ടേ മതിയാകൂ എന്നുള്ള ഒരു ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ജ്വലിച്ചു നിന്നതുകൊണ്ട് അവൻ ദൂരെ നോക്കി എങ്ങനെ എനിക്ക് കാണാൻ കഴിയും, അതിനുള്ള മാർഗം അവൻ അന്വേഷിച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ ഒരു കാട്ടത്തി വൃക്ഷം ആ വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. അവൻ ഓടി അതിൽ കയറി അതിൻ്റെ ഇലകളുടെ ഉള്ളിൽ മറഞ്ഞിരുന്നു. ഇത്രയുമേ അവൻ ആഗ്രഹിച്ചുള്ളൂ. ആ കൂട്ടം കടന്നു പോകുമ്പോൾ യേശുവിനെ എനിക്കൊന്ന് കാണണം. അതായിരുന്നു അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ ഈ പാപത്തിൽ നഷ്ടപ്പെട്ടവനാണ് സക്കായി എന്ന് അറിയാമെങ്കിലും ആ സക്കായിയുടെ ഹൃദയത്തിൽ യേശുവിനെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് കർത്താവ് അറിഞ്ഞിരുന്നു. 139 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവൻ, നമ്മുടെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നവൻ, നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം. സക്കായിയുടെ ഹൃദയത്തിലെ ആ നിരൂപണം, എനിക്ക് യേശുവിനെ കാണണം, അവൻ എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം എന്നുള്ള ആ ആഗ്രഹം യേശു അറിഞ്ഞു. അത്തിയുടെ ചുവട്ടിൽ നിന്നപ്പോൾ യേശു വിളിക്കുകയാണ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന്. എൻ്റെ ഹൃദയത്തിൽ കൂടെ ഇങ്ങനെ ഒരു ചിന്ത കടന്നുപോയി. ആ സക്കായിയുടെ ഉള്ളിൽ കൂടെ ഒരു വാള് കടന്നു പോകുന്ന പോലെ തോന്നി കാണുകയില്ലേ? സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. ആരാണ് എന്നെ വിളിക്കുന്നത്? ഈ യേശുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് സക്കായി എന്ന് ഈ യേശു എങ്ങനെ അറിഞ്ഞു? ചിന്തകളുടെ ഒരു തിരമാല പോലെ അവൻ്റെ ഹൃദയത്തിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്ന അങ്ങനെയാണ്, അവൻ ബന്ധപ്പെട്ട് അത്തിയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കാരണം അന്ന് വരെയും ഒരു വ്യക്തി പോലും അവനെ സ്നേഹത്തോടെ നീ ഇറങ്ങി വാ, വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നാണ് പറഞ്ഞത്. സമൂഹം മുഴുവൻ അവനെ മാറ്റി നിർത്തുമ്പോൾ ഇതാ യേശുക്രിസ്തു പറയുന്നു, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു. അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളി ബന്ധപ്പെട്ട് ആ അത്തിയിൽ നിന്ന് ഇറങ്ങി വന്നു യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. അന്ന് വരെയും ആ വിളി കേട്ട്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്നുള്ള ആ വിളി കേട്ട് അവൻ ആ അത്തിയുടെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം വരെയും അവൻ്റെ ഹൃദയം ഈ ലോകത്തിലായിരുന്നു. ലോകത്തിൽ ധനം സമ്പാദിക്കണം, ധനമായിരുന്നു അവൻ്റെ ദൈവം. അതിനു വേണ്ടിയാണ് അവൻ ജീവിച്ചത്. അതിനുവേണ്ടി അനധികൃതമായിട്ട് പണം പിരിക്കുന്നതിലും എല്ലാം എങ്ങനെ ധനം സമ്പാദിക്കാം, അത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്നാൽ ആ യേശുവിൻ്റെ വിളി കേട്ട്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്നുള്ള വിളി അവൻ്റെ ചെവിയിൽ കൂടി കേട്ടത് അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ദ്രവ്യാഗ്രഹമെന്ന ധനം സമ്പാദിക്കണമെന്ന ആ പിശാച് ഒഴിഞ്ഞുപോയി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ നിമിഷം തന്നെ അവൻ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. യേശുവിനെ കർത്താവായി അവൻ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ആ അത്തിയിലേക്ക് കയറുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ ദുരാത്മാവ് വസിച്ചിരുന്നു എങ്കിൽ ആ അത്തിയിൽ നിന്ന് താഴോട്ടിറങ്ങി യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉടയവൻ യേശുവായി തീർന്നു. ആ സമൂഹം, ആ നിമിഷത്തിൽ തന്നെ ആ സമൂഹം ചുറ്റും കൂടി നിന്നവർ പിറുപിറുക്കാൻ തുടങ്ങി, ഇവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ സക്കായിക്ക് അതൊന്നും തടസ്സമായിരുന്നില്ല. സമൂഹം പറയുന്നതോ മറ്റുള്ളവർ പിറുപിറുക്കുന്നു ഒന്നും തടസ്സമായിരുന്നില്ല. തന്നെ സ്നേഹത്തോടെ വിളിച്ചായ യേശു തൻ്റെ ഭവനത്തിൽ വസിക്കാൻ മനസ്സോടെ എഴുന്നള്ളി വന്ന് തന്നെ വിളിച്ചിറക്കിയ ആ യേശു ഇനി ഒരിക്കലും എനിക്ക് നഷ്ടമാകരുത് എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അവൻ അവിടെ നിന്ന് ആ ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിനോട് പറയുകയാണ്. നാം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, സഖായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സക്കായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവൻ നിന്നിട്ട് അവൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരോടെങ്കിലും ചതിവായി വാങ്ങിയെങ്കിൽ 4 മടങ്ങ് ഇരട്ടി കൊടുക്കുന്നുവെന്ന്. കർത്താവ് ഒന്നും ചോദിച്ചിട്ടല്ല സക്കായി ഇതെല്ലാം പറയുന്നത്. എന്നാൽ ആ ഒരു വിളിയിൽ തന്നെ എല്ലാം അടങ്ങിയിരുന്നു. അവൻ കർത്താവിൻ്റെ ആ പാദപീഠത്തിൽ നിന്നുകൊണ്ട് അവനെല്ലാം പറഞ്ഞു. അവൻ ആ പറഞ്ഞ ഉടനെ തന്നെ കർത്താവിങ്കിൽ നിന്ന് അവന് മറുപടി കിട്ടി. നാം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ വായിക്കുന്നു, യേശു അവനോട്,
ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ആ സമർപ്പണങ്ങൾ, തിരുത്തലുകൾ, അവൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ആ ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും കേൾക്കെ അവൻ തുറന്നു പറഞ്ഞ് ഞാൻ നീക്കുപോക്ക് വരുത്തുമെന്ന തീരുമാനം പറഞ്ഞ് ആ നിമിഷം തന്നെ യേശു പറയുകയാണ്, നീയും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് നിനക്ക് രക്ഷ വന്നിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഈ ജീവൻ്റെ വചനം കേൾക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം കിട്ടി. ഓരോരോ സമയങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ സക്കായി ആ വിളി കേട്ടു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനമില്ലാതെ വലഞ്ഞ് ഉലഞ്ഞ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ യാതൊരു സാധ്യതയുമില്ല എന്നെനിക്ക് തോന്നുന്ന അവസ്ഥയിൽ മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് നടന്ന നാളുകളിൽ കർത്താവിൻ്റെ വലിയ കൃപയാൽ ഈ ജീവൻ്റെ വചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം തന്നു. അന്ന് എൻ്റെ ഹൃദയത്തെ തൊട്ടത്, മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ്. അന്ന് വരെയും ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ട് പോലുമില്ല. അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ പാപം നിറഞ്ഞ ഹൃദയം, ലോകമയത്വമുള്ള ഹൃദയം, ലോകത്തിൽ വലിയവളാകണം, എല്ലാവരാലും മാനിക്കപ്പെടണം, എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ കിട്ടണം എന്നെല്ലാം ആഗ്രഹമുള്ള ഈ ഹൃദയം, അഹങ്കാരവും നിഗളവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും മാത്രം നിറഞ്ഞ ഈ ഹൃദയം, സമാധാനം ഒരിറ്റുപോലുമില്ലാതെ പലതിലേക്കും നേർച്ചകളിലും വഴിപാടുകളിലും കാഴ്ചകളിലും എല്ലാം അതിലെല്ലാം വലഞ്ഞ് ഇരുട്ട് സമാധാനം കിട്ടാതെ അന്ധകാരമൂടിയ ഈ ഹൃദയം, ഇതാണ് നിനക്ക് വേണ്ടതെങ്കിൽ കർത്താവേ, ഞാൻ പൂർണ്ണ മനസ്സോടെ നിനക്ക് തരുന്നു എന്ന്. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരാമോ? എനിക്ക് ഇത്തിരി സമാധാനം തരാമോ കർത്താവേ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. യേശുക്രിസ്തു, ആ സമാധാന പ്രഭുവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അവൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു എന്നെ കൊണ്ടുവന്നു. അവൻ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിപ്പാനും ആ രക്തത്താൽ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതി കിട്ടിയെന്ന് വിശ്വസിപ്പാനും കർത്താവായ യേശുക്രിസ്തു എനിക്ക് ഭാഗ്യം തന്നു. അന്നു മുതൽ ഇന്നുവരെയും കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചു. സങ്കടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങളെല്ലാം വന്നപ്പോഴും അവൻ എന്നെ വിട്ടിട്ട് പോയില്ല. അവൻ എന്നെ ചേർത്തണച്ച് എന്നെ മെരുക്കി ഒരുക്കി ഈ ജീവൻ്റെ വചനത്തിന് മുമ്പാകെ ഇന്നും നിർത്തിയിരിക്കുന്നു. ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു നിത്യതയ്ക്കായി എന്നെ ഒരുക്കുകയാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ പാപിയായ ഇടയട്ടിക്ക് ഭാഗ്യം കിട്ടിയത് അതാണ്. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടി. എനിക്കൊരു ഉറപ്പ് കിട്ടി, ഏകജാതനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോവുകയില്ല. അവന് ദൈവം നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്, നിത്യജീവൻ. ആ നിത്യജീവൻ തരുവാൻ തക്കവണ്ണം നിത്യനായ ദൈവം തൻ്റെ പുത്രനെ എനിക്ക് സ്വന്തമായി തന്നു. ഇന്ന് അവൻ എൻ്റെ സ്വന്തമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടയവനാണ്. അവൻ എൻ്റെ ക്രിസ്തുവാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സക്കായിക്ക് കുടുംബമായി രക്ഷ കിട്ടി. രണ്ടാമത് ഒരു കാര്യം, രക്ഷ കിട്ടിയ വേറൊരാൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 40-ാം വാക്യം, മറ്റോനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാർ. അതിൽ വലതുഭാഗത്തുള്ള കള്ളൻ, അവനും ആ ഇടതുഭാഗത്തെ കള്ളനോട് കൂടെ ക്രൂശിലേക്ക് നോക്കി കർത്താവിനെ ദുഷിച്ചതാണ്. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ താൻ മരിക്കാൻ പോവുകയാണെന്ന് അവനറിയാം. ഇനി ഈ ക്രൂശിൽ നിന്ന് രക്ഷയില്ല എന്ന് അവനറിയാം. ആ അല്പസമയം കഴിഞ്ഞപ്പോൾ ആദ്യം ദുഷിച്ചു പറഞ്ഞുവെങ്കിലും കർത്താവായ യേശുക്രിസ്തു തകർക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം ചൂടിയവനായി, ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറിയവനായി, മുഖത്തെ രോമം മുഴുവൻ വലിച്ചു പറിച്ച് വികൃതവും വിരൂപമായി തീർന്നിരിക്കുന്ന ഒരു പേക്കോലം പോലെ ആയി തീർക്കുന്ന ക്രിസ്തു, കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് രൂപഗുണമില്ലാത്തവനായി,
കോമളത്വമില്ലാത്തവനായി, കണ്ടാൽ മനുഷ്യനാണെന്ന് തോന്നാൻ പോലും ആകൃതി പോലും ഇല്ലാത്തവനായി കിടക്കുന്ന ആ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന ആ രൂപം ഈ വലത്തുഭാഗത്തെ കള്ളനൊന്ന് കണ്ടു. അവൻ അത് കാണാനും അങ്ങോട്ട് നോക്കാനും ഒരു കാരണം യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് ഒഴുകി വന്ന ഒരു വചനമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അത്രത്തോളം തകർക്കപ്പെട്ടവനായി കിടക്കുമ്പോഴും സ്നേഹത്തിൽ നിറഞ്ഞ ഒരു പ്രാർത്ഥന. ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ആ പ്രാർത്ഥന കേട്ടപ്പോൾ കള്ളൻ്റെ ഹൃദയത്തിലേക്ക് ആ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ തറഞ്ഞു കയറി. അവൻ ഇടതുഭാഗത്തെ കള്ളനെ അപ്പോൾ ശാസിക്കുകയാണ്. ആദ്യം പഴിച്ചു പറഞ്ഞുവെങ്കിലും അവന് പാപബോധം കിട്ടി. താൻ ശിക്ഷാർഹനാണ്, താൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്. എന്നാൽ എൻ്റെ അടുക്കൽ ക്രൂശിതനായി കിടക്കുന്ന ഈ വ്യക്തി, ഇവൻ പരിശുദ്ധനാണ്, അവൻ തെറ്റ് ചെയ്യാത്തവനാണ്. ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കള്ളൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ആ കള്ളന് ഒരു സത്യമായ ബോധ്യം കിട്ടി. ഇവനാണ് സാക്ഷാൽ മശിഹ. ഇന്നിവൻ മുൾക്കിരീടം ചൂടിയാണ് കിടക്കുന്നത്, എന്നാൽ ഇവൻ രാജത്വം പ്രാപിച്ചു വരും, ഇവൻ രാജകിരീടം പ്രാപിച്ചു വരും. ഈ മരണത്തിനപ്പുറത്ത് ഇവനൊരു രാജ്യമുണ്ട്, ആ രാജ്യം നിത്യമാണ്. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ആ കള്ളൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ആ ബോധ്യമാണ്. അവൻ ഏറ്റുപറഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ നാവ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. കള്ളൻ്റെ പ്രാർത്ഥന. അവൻ പ്രാർത്ഥിക്കുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. സക്കായി യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നിന്ന മാറ്റങ്ങളെല്ലാം വരുത്തും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കായിയോട് പറഞ്ഞു, നീ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന്. ഈ കള്ളൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. തൻ്റെ പാപാവസ്ഥ ഏറ്റുപറഞ്ഞുകൊണ്ട്, താൻ ശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, യേശുക്രിസ്തു പരിശുദ്ധനാണെന്നും അവൻ്റെ പരിശുദ്ധ രക്തം, ആ കുരിശിൽ കൂടി ഒഴുകുന്ന രക്തം, അത് പാപത്തിന് പരിഹാരമാണ് എന്നൊരു വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ കിട്ടി. ഞാൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം ഈ രക്തം പരിഹാരമാണെന്ന് ആ കള്ളൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനയായിരുന്നു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിൽ ഇരിക്കുമെന്ന് സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ആ കള്ളന് ആ വാഗ്ദത്തം കിട്ടി, നിത്യതയുടെ വാഗ്ദത്തം, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കാനുള്ള വാഗ്ദത്തം. എന്നാൽ 119-ാം സങ്കീർത്തനം 155-ാം വാക്യത്തിൽ നാം വായിച്ചു, രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നുവെന്ന്. യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഇടതുഭാഗത്തെ കള്ളൻ, രക്ഷയോട് അടുത്ത് വന്ന കള്ളൻ. എന്നാൽ അവൻ ഈ രക്ഷയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ദുഷ്ടൻ അവൻ്റെ ഹൃദയത്തെ അത്രത്തോളം കൂരിരുട്ടിലാക്കി കളഞ്ഞിരുന്നു. രക്ഷയോട് അടുത്ത് വരുമ്പോഴും രക്ഷയെ പ്രാപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തുറന്നു തന്നില്ല എങ്കിൽ ഈ രക്ഷകനെ കാണാൻ നമ്മുടെ കണ്ണ് തുറന്നു കിട്ടുകയില്ല. യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. രക്ഷയുടെ വാതിലിന് അടുക്കൽ വന്നിട്ടും രക്ഷ നഷ്ടപ്പെട്ടു പോകാവുന്ന അവസ്ഥയുണ്ട്. നാം ഭയത്തോടെ ഓർക്കേണ്ടുന്ന കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു യൂദ. യൂദ ആ പരസ്യ ശുശ്രൂഷയുടെ കാലത്തെല്ലാം കർത്താവിനോട് കൂടെ നടന്നു. യൂദായ്ക്ക് കർത്താവ് ഒരു ശുശ്രൂഷയും ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദ്രവ്യാഗ്രഹം ആ ദുഷ്ടപിശാചിന് ഇറക്കിക്കളയാൻ അവന് കഴിയാതിരുന്നത് മൂലം അവൻ നാശയോഗ്യനായി തീർന്നു. രക്ഷയോട് ചേർന്ന് നടന്നവനാണ്, കർത്താവിനോട് ചേർന്ന് നടന്നവനാണ്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടവനാണ്. എന്നാൽ അവന് ഈ രക്ഷ കിട്ടിയില്ല. നാം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടു, അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്നവനാണ്. അവന് ഒടുവിൽ ബോധ്യം കിട്ടി, ഒറ്റിക്കൊടുത്തത് രക്ഷാനായകനെയാണ് എന്ന്. അവൻ ഏറ്റു പറയേണ്ടടുത്തല്ല പറഞ്ഞത്,
പുരോഹിതന്മാരുടെ അടുക്കൽ പോയി പറഞ്ഞു. എന്നാൽ രക്ഷകന്റെ അടുക്കൽ അവൻ തൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞില്ല. അവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അവൻ്റെ ദ്രവ്യാഗ്രഹം അവനെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. നമുക്കും തിരിഞ്ഞ് ചിന്തിക്കാം. യേശുവേ, നീ എൻ്റെ രക്ഷകനായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നിൻ്റെ ക്രൂശിലെ യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. നിന്നെ ഞാൻ ഏറ്റുപറയുവാൻ എൻ്റെ ജീവിതം മുഴുവനായും സമർപ്പിക്കുന്നു. എൻ്റെ നാഥനും രക്ഷകനുമായി അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുത്തണമേ. ദൈവത്തിന് സ്തോത്രം.